ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ ആ ഒരു വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. മനോഹരനോട്ട് 8ന്റെ പണി തന്നെയാണ് കിട്ടാൻ പോണത്. മായാമോഹിന്റെ രൂപത്തിൽ ജിഷ്ണു വരുന്നുണ്ട്. അപ്പൊ ജിഷ്ണു വരുമ്പോഴേക്ക് വലിയൊരു രീതിയിൽ തന്നെയാണ് മാറ്റങ്ങൾ വരാൻ പോണത്. മനോഹർ ആണെങ്കിൽ ഏതൊരു സുന്ദരി പെണ്ണ് തന്റെ വലയിൽ വീണ്ടും വന്ന് അത് ഇങ്ങോട്ട് വന്ന് മുട്ടിയിരിക്കുകയാണ്. സരിയുവിനെ ഉപേക്ഷിച്ചു പോകാനുള്ള സമയം എന്ന് ആലോചിക്കുകയാണ്. ശേഷം നമ്മുടെ മനോഹർ ചെറിയ രീതിയിലൊക്കെ സരിയുവിനെ പറ്റിച്ചു പോകാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അതായത് അവിടെ പോണം ഇവിടെ പോണം, മീറ്റിംഗ് ഉണ്ട്, നീ ഇവിടെ നിക്കുന്നൊക്കെ പണ്ട് പതുക്കെ പതുക്കെ ഒഴിവാവുന്നുണ്ട്. അപ്പൊ സരിയുക്കും വല്ലതൊരു ഫീല് തോന്നുന്നുണ്ട്. മനുവേട്ടൻ ഇപ്പൊ തന്റെ പഴയ പോലെ ഒന്നും അല്ല, പഴയ പോലെ സ്നേഹവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്റെ മനുവേട്ടൻ എന്നെ വിട്ടു പോകോ എന്നൊക്കെ ആവശ്യം പേടിച്ചിട്ട് നമ്മൾ മനോഹരനെ കെട്ടിപ്പിടിക്കുന്നുണ്ടൊക്കെ ഉണ്ട്. അപ്പൊ മനോഹരൻ ഈ സാധനം ഒഴിഞ്ഞു പോയിട്ട് വേണം ആ മോഹിനിയെ ഒന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്. ഞങ്ങളുടെ പേര് തന്നെ എന്തൊരു ഒത്തൊരുമയാ, മോഹിനി മനോഹറും, മനോഹർ മോഹിനി, കൊള്ളാം എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊരു പയ്യനാണ് കേട്ടോ. അപ്പൊ പയ്യൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ആ ഒരു ജിഷ്ണു എന്ന് പറഞ്ഞ ശരിക്കും ഒറിജിനൽ പേരായിട്ട് ഞാൻ പറയണത്. അപ്പൊ ആ ജിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെയാണ് അപ്പൊ ഇതില് ആണായിട്ട് വന്നിട്ട് പെണ്ണിന്റെ വേഷം കിട്ടുന്നത്. അപ്പൊ മനോഹരനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ, മനോഹരനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അപ്പൊ മനോഹരനെ കാണിക്കാൻ വേണ്ടി പെൺവേഷത്തിൽ വരുമ്പോഴേക്കും മനോഹർ ആകെ വീണ് പോകണോ, ഇത്രയും സുന്ദരിയായിട്ടുള്ള പെണ്ണ് തന്റെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. ഒരുപാട് സുന്ദരികളെ വീഴ്ത്തിട്ടുണ്ടെങ്കിലും ഇത് സുന്ദരി തന്നെ എന്നിങ്ങനെ പറയാണ്. ശേഷം മനോഹറും നമ്മുടെ മോഹിനിയുടെ പുറകെ തന്നെ ഇങ്ങനെ നെട്ടോട്ട് ഓടുവാട്ടോ. മോഹിനി പെട്ടെന്ന് തന്നെ വീഴുന്ന പോലെ കാണിക്കുന്നുണ്ട്. കാണിച്ച മനോഹരം വീണ് കൊടുക്കണമല്ലോ. അങ്ങനെ അവസാനമല്ലേ മനോഹരനെ പിടിച്ചിട്ട് കൈയോട് പിടിച്ചിട്ട് ഈ ഒരു വിവാഹ തട്ടിപ്പ് സമൂഹത്തെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയാണ് ശ്രമിക്കണത്. അങ്ങനെ മനോഹർ ആ ഒരു വലയിൽ വീടുന്നുണ്ട്. അതേസമയം നമ്മുടെ കിരണും കല്യാണിയും ചന്ദ്രസേനും രൂപയൊക്കെ പുതിയൊരു ജീവിത രീതിയിൽ തുടങ്ങുവാണ്. അവര് വിചാരിച്ച പോലെ തന്നെ ആ ഒരു വലിയൊരു പ്ലോട്ട് മേടിക്കുന്നുണ്ട്. അവിടെ ഒരു 3-4 വീട് ഒരുമിച്ച് വെക്കാണ്. സോണിക്കും ആൽബിക്കും അമേരിക്ക എന്നൊക്കെ വരുമ്പോ ഇടക്ക് നിൽക്കാനായിട്ട്. അതുപോലെ കിരണിനും കല്യാണിക്കും പിന്നെ ഒരു വീട് താരക്ക്, ചന്ദ്രസേനൻ രൂപ, അതുപോലെ ദീപ, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഓരോരോ വീട് ഉണ്ടാക്കുക. ആ ഒരു വലിയൊരു കോമ്പൗണ്ടിൽ തന്നെ ഒരു 5-6 വീട് ഉണ്ടാക്കിയിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങാണ്. അപ്പൊ ആ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം. അപ്പൊ ഇതറിയുമ്പോ സരിയുക്കാകെ വട്ടുപിടിക്കാട്ടോ. എന്തൊക്കെയായിരുന്നു ഇവിടെ ആഘോഷം, എന്തോ മരണം നടക്കുമെന്നോ, അടുത്ത വർഷം ഈ സമയത്ത് അതാവോന്നോ ഇതാകോന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് പോയിട്ട് എന്തായി, ഒരു റീത്തൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് പോയായിരുന്നു. എന്നിട്ട് ചമ്മി നാണം കെട്ട് വന്നല്ലോ. ഈ അച്ഛനെ വല്ല ഭ്രാന്താശുപത്രി കൊണ്ട് ആക്കമ്മ, എന്നിട്ട് നമുക്ക് സുഖമായിട്ട് പോയി ജീവിക്കാം. അമ്മ ഞങ്ങളോട് അമേരിക്ക വന്നെങ്കിൽ വാന്ന് പറയുമ്പോ, മോളെ ഇത് കുറെ നാളായി അമേരിക്ക പോകും എന്ന് പറഞ്ഞത്, ഇതുവരെ പോക്കും നടക്കുന്നില്ലല്ലോ മോളെ എന്ന് പറയാണ്. നിനക്ക് ഇപ്പോഴും വിശ്വാസമാണ് അവനെ അമേരിക്ക കൊണ്ടുപോകുന്നത്. എന്റെ മോളെ നീ അവനെ വിശ്വസിക്കണം പറയുമ്പോ, അതേ അമ്മേ ഞാൻ പറഞ്ഞു, അമ്മ ഇനി ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ അമ്മേനെ കൊണ്ടുപോകില്ല, അച്ഛൻ ഭ്രാന്താശുപത്രി കിടക്കുമ്പോ അമ്മയും പോയി കൂട്ടിരുന്നോ എന്നൊക്കെ പറയാണ്. എന്തെങ്കിലും ആവട്ടെ, നീ എന്താ ചെയ്തോ എന്നൊക്കെ ഷാരിയും പറയണ്ട. അപ്പൊ നമ്മുടെ സരിയും മനസ്സിൽ വിചാരിക്കണം, ഞാൻ അമേരിക്കയിൽ പോയാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ, അമേരിക്ക എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാ എന്നോട് കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നൊക്കെ സരിയും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ശേഷം നമ്മുടെ മനോഹർ വരുമ്പോ മനോഹർ ചോദിക്കണ്ട, അല്ല മനുവേട്ടാ കുഞ്ഞിനിപ്പോ എത്രയായാലും ഇത്ര മാസമായി, എനിക്ക് വേറെ കുഴപ്പമോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല, പ്ലെയിനിൽ ഫ്ലൈറ്റിൽ പോകാൻ ഒരു പ്രശ്നമൊന്നുമില്ല. കുഞ്ഞിന്റെ ഡോക്ടറോട് ചോദിച്ചായിരുന്നു, നമുക്ക് ഇനിയെങ്കിലും അമേരിക്കയിലേക്ക് പോകാൻ മനുവേട്ടാ. പോകാൻ മോളെ, ഇതേ നമ്മൾ അടുത്ത മാസം 5-ാം തീയതി അമേരിക്കയിലേക്ക് പോയിരിക്കും. സത്യമാണോ മനുവേട്ടാ? അതേന്ന്, ഞാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാണ്. മനോഹർ മനസ്സ് വിചാരിക്കുകയാണ്, 5-ാം തീയതിയോ, ഞാൻ 4-ാം തീയതി ഇവിടുന്ന് മുങ്ങും, പിന്നെ ഞാൻ ഒരിക്കലും നിന്റെ അടുത്തേക്ക് വരില്ലടി, പിന്നെ ആ ഇട്ടേച്ച് പോണത് മാത്രമുള്ള ഒരു വിഷമം എന്നൊക്കെ മനോഹരനെ മനസ്സിൽ വിചാരിക്കണം. പക്ഷെ കുഞ്ഞിനെ കാണുമ്പോൾ മനോഹരൻ എപ്പോഴും വല്ലാത്തൊരു ഫീൽ ആണ് ഈ കുഞ്ഞിനെ വിട്ടിട്ട് പോണോലോ എന്ന് ആലോചിച്ചിട്ട്. ശേഷം അങ്ങ് മനോഹർ മോഹിനിയുടെ പുറകെ ഇങ്ങനെ നടക്കാണ്. മോഹിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേസമയം സരിയാണെന്നുണ്ടെങ്കിൽ പോണതിന് മുമ്പാണെങ്കിലും കിരണിനെയും കല്യാണിനെയും ഒന്ന് സങ്കടപ്പെടുത്തില്ലെങ്കിൽ അവരുടെ കരച്ചിൽ കണ്ടിട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സരി വിചാരിക്കും, എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാം തന്റെ തലയിലും അതുപോലെ തന്റെ കുടുംബത്തിന്റെ തലയിൽ തന്നെയാണ് വീണോണ്ടിരുന്നത്. അപ്പൊ ഇനി ഒരു പ്ലാൻ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതൊരു അവസാനത്തെ പ്ലാൻ ആയിരിക്കണം. ആരോടും പറയാതെ താൻ തന്നെ ചെയ്യണം. വേറെ ആരും ഇതിലേക്ക് പെടുത്താൻ നിൽക്കണ്ട എന്നൊക്കെ വെച്ചിട്ട് സരിയും ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കണം. എന്നാൽ എന്തായാലും ഒരു അടുത്ത പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. എങ്ങനെയെങ്കിലൊക്കെ അമേരിക്കയിൽ പോണ മുമ്പ് അവരുടെ വീട്ടിലൊരു പൊട്ടിക്കരച്ചിൽ കണ്ടേ പറ്റൂ. അതിന് എന്താ ഒരു പ്ലാന്? അവിടെ കൂടുതൽ ആരെങ്കിലും തന്റെ വരുതിയിലാക്കണം. അങ്ങനെ വരുതിയിലാക്കാൻ പറ്റുന്ന ആരെയും ഉള്ളത്? ആ പാറുക്കുട്ടിയും ദീപിനൊന്നും വരുതിയിലാക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ആരുള്ളത്? ആ വേലക്കാരത്തെ ചേച്ചി? ഒരിക്കലും പറ്റില്ല, അത് എണ്ണ പിടിച്ച കിളവിയാണ്. പിന്നെ ആരാ? പറ്റിയൊരാളുണ്ട്, താര. അവരാണെങ്കിൽ ഞാൻ സ്നേഹം കാണിച്ച എന്തായാലും എന്റെ അടുത്തേക്ക് വരും, പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും അവരനുസരിക്കും. അതുകൊണ്ട് അവരെ തന്നെ എടുത്താലോ? അവരെ ചതിച്ച് കിരീടനെ കല്യാണിക്ക് ഒരു അപകടം വരുത്തിയാലോ എന്ന് തന്നെ നമ്മുടെ സാരിയെ വിചാരിക്കണം. അതെ, അതന്നെ മാർഗമുള്ളൂ. അതെ, അതന്നെ ബെസ്റ്റ് വഴി. കാരണം താരയാകുമ്പോ അവർക്ക് നല്ല വിശ്വാസമാണ്. തന്റെ അമ്മയായതുകൊണ്ട് തന്നെ താൻ എന്തു പറഞ്ഞാലും അനുസരിക്കുകയും ചെയ്യും. അതുകൊണ്ട് താരനെ തന്നെ എടുക്കാം എന്ന് സാരിയോ തീരുമാനിക്കാട്ടോ. അങ്ങനെ സാരി ആ ഒരു വലിയ ചതിയിലേക്ക്
ആ ഒരു വലിയ ചതിയിലേക്ക് നടന്നു നീങ്ങുവാട്ടോ. താരേനെ വിളിച്ചു വരുത്തിയിട്ട് സ്നേഹം നടിക്കുക, അതും പെട്ടെന്ന് ഒരു ദിവസം കുറച്ച് ദിവസങ്ങളുടെ സ്നേഹം അഭിനയിക്കുക, കാലി വീണ് മാപ്പ് പറയാ, എല്ലാത്തിനും മാപ്പാക്കണമെന്ന് പറയാ. എന്നിട്ട് സംസാരിച്ചിട്ട് പതുക്കെ സ്നേഹം പറിച്ചെടുത്തതിന് ശേഷം അവരെ കൊണ്ട് തന്നെ കിരണിനെയും കല്യാണിനെയും അല്ലെങ്കിൽ ചന്ദ്രസേനെയും എല്ലാവരും ഇല്ലാതാക്കണം എന്നാണ് സരുവിന്റെ ഉദ്ദേശം കേട്ടോ. അത് പ്രകാരം നമ്മുടെ സരു താരേനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. താരയുടെ എല്ലാത്തിനും ക്ഷമിക്കണം അമ്മേ, എനിക്ക് എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലായി, ഞാൻ നിങ്ങളെ അമ്മയായിട്ട് അംഗീകരിക്കുന്നു. പക്ഷെ എന്റെ കൂടെയുള്ള എന്റെ അമ്മ ശാരിയമ്മ, അവരല്ലേ അവരുടെ നെഞ്ചിലെ ചൂടും പാലും ഒക്കെ തന്നിട്ടല്ലേ എന്നെ വളർത്തി വലുതാക്കിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരെ പെട്ടെന്നൊന്നും വിട്ടുവരാൻ പറ്റില്ലല്ലോ. പക്ഷെ അമ്മ എനിക്ക് വേണ്ടി സമയം തരണം, ഞാൻ അമ്മേനെ എന്റെ അമ്മ പോലെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാം, ഒരു പ്രശ്നവും ഇല്ല. അച്ഛനെ എന്തായാലും പ്രാന്താശുപത്രി കൊണ്ടാക്കും. ഇപ്പൊ എന്റെ കൂടെയുള്ള ശാരിയമ്മ വലിയ പ്രശ്നമൊന്നുമില്ല, അമ്മയും കൂടി എന്റെ കൂടെ വന്ന് നിക്കണമെന്ന് പറയാണ്. താര അത് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ താര സരുവിനെ വിശ്വസിക്കുകയാണ്. സരു 8ന്റെ പണി തന്നെ താരക്ക് കൊടുക്കണത്. താരനെ മുൻ നിർത്തിട്ട് കിരണിനെയും കല്യാണിനെയും ചതിച്ച് അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സരു നോക്കട്ടോ. അതിൽ സരു എത്രമാത്രം വിജയിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും സരുവിനും മനോഹറിനൊക്കെ തിരിച്ചടികളുടെ കാലമാണ്. അതേസമയം നമ്മുടെ കാർത്തികയുടെ മെയിൻ വില്ലൻ വരുന്നുണ്ട്. അങ്ങനെ കാർത്തിക കാത്തിരുന്ന തന്റെ ചേട്ടൻ വരുവാട്ടോ. അങ്ങനെ ചേട്ടനായിട്ട് വരുന്ന ആരാണെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ കാർത്തികയുടെ ചേട്ടൻ ഈ ആഴ്ച ലാസ്റ്റോട് കൂടി വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ കാർത്തികയുടെ ചേട്ടൻ വരേണ്ടത് അത് ഒരു 1.5 വില്ലൻ തന്നെയായിരിക്കും. കാരണം ചന്ദ്രസേനെ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത വില്ലനായിരിക്കും. പിന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണല്ലോ, അങ്ങനെ ഒരു വില്ലൻ വരുവാണെങ്കിൽ സരുവിന്റെയും വിക്രത്തിന്റെ പ്രകാശിന്റെ കൂടെ തന്നെ ആ വില്ലൻ ആദ്യം കൂട്ടുകൊള്ളൂ. കാരണം ശത്രുവിന്റെ ശത്രു മിത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു വില്ലൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സരു അയാളെ വലവീശി പിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അയാളെ മുൻനിർത്തിട്ടായിരിക്കും സരു കളി തുടങ്ങുന്നത്. സരു മാത്രമല്ല, വിക്രവും പ്രകാശനും ഒക്കെ അങ്ങനെ തന്നെയാണ്. കാരണം കാർത്തികയുടെ അമ്മയുടെയും മെയിൻ ശത്രു ആണല്ലോ. അതുകൊണ്ട് തന്നെ കിരണിന്റെയും കല്യാണിന്റെയും ഒക്കെ ശത്രു തന്നെയായിരിക്കും അയാള്. അപ്പൊ അയാളെ കൂടെ നിർത്തിയിട്ട് കിരണിനെയും കല്യാണിനെയും എല്ലാവരും തകർക്കണം എന്നാണ് ഇവരുടെ ഉദ്ദേശം കേട്ടോ. എന്തായാലും ആ ഒരു കഥാപാത്രം ഈ ആഴ്ച ലാസ്റ്റോടുകൂടി വരുന്നുണ്ട്. പിന്നെ രാഹുലിനെ മുഴുവട്ടാവാട്ടോ. വേറൊന്നല്ല, സ്വത്തും പോയി, എല്ലാം പോയി, തന്റെ മോളുടെ ജീവിതം കുളമായി. തന്റെ മോളെ കൊണ്ട് എങ്ങനെയെങ്കിലും കിരണിനെ കല്യാണം കഴിപ്പിച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന രാഹുൽ നിന്നത്. അപ്പതേ കിരൺ കല്യാണിനെ ജീവിതാവസാനം വരെ കൊണ്ടുപോകുന്ന നിൽപ്പിലാണ്. കിരൺ മരിച്ചാലും കല്യാണി മരിക്കരുത്, ആ ഒരു രീതിയാണ് കിരണും കല്യാണി സ്നേഹിക്കുന്നത്. അതുകൊണ്ട് കിരണിനെ എന്തായാലും വിട്ടുകളയാ. ഇനി ആ മനോഹറിനെ ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും പയ്യന്മാരെ കൊണ്ട് കെട്ടിച്ചാലോ എന്നൊരു ചിന്തയാണ് രാഹുലിന്. പക്ഷെ എന്നാലും ചെറിയൊരു മെന്റൽ ശരിക്കും രാഹുലിന് ആവുന്നുണ്ട് കേട്ടോ. കാരണം സ്വത്തുക്കൾ പോയി, എല്ലാം നഷ്ടമായല്ലോ. എല്ലാവരും പോയി താൻ പമ്പര വെട്ടിയായി. ഇനി എന്തിനാ ജീവിക്കണത് പോലും രാഹുൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ജീവിച്ചേ പറ്റൂ. കാരണം തന്റെ മോളുടെ ജീവിതം സേഫ് ആക്കണം. തന്റെ സ്വന്തം മോളല്ലേ, മോളുടെ ജീവിതം ഇങ്ങനെ വഴിയാതരാക്കിയിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഷാരി അവളെങ്ങനെയും ജീവിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ജീവനോട് തന്നെ ഇരിക്കും, സരുവിനെ ഒരു കരക്ക് എത്തിക്കണ വരെ. എന്തായാലും നല്ല ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.